എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. മൈ പീപ്പിൾ വിൽ നെവർ ബി അഷെയിംഡ്. ഒരു വലിയ ഇത്രയും നാളത്തെ വചനം കേട്ട കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ദൂതായിട്ടാണ് കടന്നു വരുന്നത്. വളരെ സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ചില സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ഒരു പ്രസക്തിയില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ദൈവം ഉപയോഗിക്കും. ഞാൻ വില്ലിങ്ങാണ്. ഐ ആം വില്ലിങ് ടു ദ ലോഡ് എന്ന് ശിഷ്യന്മാരുടെ നാവ് പോലെ ഞാൻ എൻ്റെ നാവിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുക. പക്ഷേ ഇത് എടുത്തുപയോഗിക്കാനുള്ള ആത്മാവ് നിങ്ങൾക്കുണ്ടായാൽ ഒത്തിരി വിടുതലുണ്ടാകും. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. പല കുടുംബങ്ങൾക്ക് ഐശ്വര്യം. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവുമായിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് അനുഭവമില്ലാത്ത ഒരു വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. യോവേൽ പ്രവാചകൻ 2 ഏകദേശം 28 വാക്യത്തിലാണ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നാൽ യോവേൽ പ്രവാചകൻ 2:23 തൊട്ട് വായിക്കാം. അതായത് ഇതിൽ നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. 2:23 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ഉത്തരമായിട്ടാണ്. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. കണ്ടോ, കാഹളമൂതാൻ തുടങ്ങി. ഇത്ര നാളും സങ്കടവും കരച്ചിലും പറഞ്ഞില്ലേ? എപ്പോഴും സങ്കടപ്പെടുന്ന ദൈവമല്ലേ. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പം നിങ്ങളോട് പറയുക, സിയോൻ മക്കൾ നമ്മളാണ്. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. തക്ക അളവിന് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. എങ്ങനെയുണ്ട്? മുൻമഴയും പിന്മഴയും തരുന്ന ദൈവം. അപ്പം ഈ ദൈവത്തിനറിയാം എത്ര മഴ തരണമെന്ന്. ദൈവത്തിനറിയാം എപ്പോഴാണ് മഴ തരുന്നത്. അപ്പം മുൻമഴ തരുന്നത് ദൈവം. മുൻമഴ തന്നു കഴിഞ്ഞിട്ട് പിന്നെ പിന്മഴ അയച്ചു തരും. മുൻമഴയും പിന്മഴയും അയച്ചു തരുന്ന ദൈവമാണ് എനിക്കുള്ളത്. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. റോമർക്കെഴുതിയ ലേഖനം 8:32 പറയുന്നു. അപ്പം ദൈവം എനിക്ക് അനുകൂലമായിട്ട് കടന്നു വന്ന് ദൈവം നമുക്ക് വേണ്ടി വിത്തുകളെ ഇടിയിപ്പിച്ച്, നമ്മളാണ് ഇടുന്നതെങ്കിൽ ദൈവമാണ് ഇടിയിപ്പിക്കുന്നത്, അത് നല്ല നിലത്ത് വീണ് 100 മേനി 60 മേനി 30 മേനിയായിട്ട് വിളയുമ്പോൾ, അത് വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ മാറി നിൽക്കണ്ട, തക്ക സമയത്ത് ഞാൻ നിൻ്റെ കൂടെ വരും. അങ്ങനെ നിൻ്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. കണ്ട, ഈ അഭിഷേക തൈലം അങ്ങനെ ഒഴുകുന്ന പോലെ ദൈവത്തിൻ്റെ എണ്ണ ഒഴുകാൻ തുടങ്ങിയാണ്. ചക്കുകൾ വീഞ്ഞും കൊണ്ട് എണ്ണയും കൊണ്ട്. വീഞ്ഞ് ദൈവത്തിൻ്റെ പ്രയാസമുള്ളവർക്ക്, വിഷമമുള്ളവർക്ക് വീഞ്ഞ് കൊടുക്കുന്നത് അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനല്ല, അത് കള്ളു കുടിക്കാനല്ല. ദൈവത്തിന് പരിമിതിയുണ്ട് എല്ലാത്തിനും. ഭർത്താവ് കാനാവിലെ കല്യാണത്തിന് പിന്നെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു എന്നും പറഞ്ഞ് പലരും ചോദിക്കും, കർത്താവ് വീഞ്ഞ് കുടിച്ചിട്ടില്ല. അപ്പോൾ ഒരാളോട്, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോട് ഇങ്ങനെ ഒരു പ്രാസംഗിയോട് ചോദിച്ചു, കർത്താവ് വീഞ്ഞ് കുടിക്കത്തില്ലേ? കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തു, കർത്താവ് വീഞ്ഞ്. അപ്പം ആ സ്ത്രീ തിരിച്ചു തന്നു, കർത്താവ് വീഞ്ഞാക്കിയത് മുന്തിരി കൊണ്ടല്ല കർത്താവ് വീഞ്ഞാക്കിയത്. നീ ഒരു കാര്യം ചെയ്തു, വലിയ പാത്രം എടുത്ത് നിറച്ച് വെള്ളം കോരി വെച്ചിട്ട് അതിൻ്റെ വേളി കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അത് വീഞ്ഞാവുമെങ്കിൽ നീ കുടിച്ചോളാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് നമ്മൾ വെള്ളം കോരി വെച്ചിട്ട് വീഞ്ഞാക്കാൻ കഴിയുമെങ്കിൽ നീ കുടിച്ചോ. എന്നാ നീ ദൈവത്തിന് ചുമ്മാതെ നമ്മളാരെ കർത്താവ് കാണിക്കുന്നത് അതിനെ മിതത്വത്തിൽ ചെയ്യുമ്പം, അതിൻ്റെ വേണ്ടാത്ത ഭാഗം കണ്ട് ചിന്തിക്കുമ്പം ദൈവം ചെയ്തതുപോലെ നിനക്ക് ചെയ്യാമെങ്കിൽ നീ ചെയ്യുക. ദൈവത്തിന് നിയന്ത്രിക്കാൻ അറിയാം. പക്ഷെ ദൈവം പറയുന്നത് വീഞ്ഞു കുടിച്ചു മത്തനാകരുത്, ആത്മാവിൽ മത്തരാകാനാണ് ദൈവം പറയുന്നത്. അപ്പം ഓരോ മറുചോദ്യവും ചെറിയ ചോദ്യങ്ങൾ വരുമ്പോഴേ ഉത്തരങ്ങൾ ദൈവത്തിൻ്റെ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ യേശുവിനെ പോലെ ജീവിക്കാമെങ്കിൽ യേശു ചെയ്യുന്നതെല്ലാം ജീവിക്കാം. യേശു വീഞ്ഞു കുടിച്ചതുപോലെ കുടിക്കാൻ നീ വെള്ളം മാറ്റി വെച്ച് കുടിക്കുന്നെങ്കിൽ കുടിച്ചോ, അല്ലാതെ മുന്തിരിയല്ല. വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ആത്മാവിൽ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ, അപ്പം ദൈവമാണ് വെട്ടുക്കിളിയെയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരം. ഈ കഷ്ടം വരുത്തിയതും ദൈവം തന്നെ. നിൻ്റെ അഹങ്കാരം പോകാൻ, അല്ല നിൻ്റെ മക്കളുടെ സ്വഭാവം ശുദ്ധീകരിക്കാൻ, അവയെല്ലാം ഞാൻ അതിന് പകരം ദൈവം തരാൻ പോവുക. അതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന ഇത് ഉത്തരമാണ്. ഞാനിത് എടുക്കണോ വേണ്ട എന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് ഉത്തരമാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വചനം എടുക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങളുടെ
നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിങ്ങൾ സ്തുതിക്കും. ധാരാളമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ വന്ന് സൂര്യപ്രകാശം പോലെ, ഞാൻ ഈ വചനം പഠിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പുസ്തകം പറഞ്ഞു, അല്ല നല്ല നട്ടുച്ചയ്ക്ക് നമ്മൾ വെയിലത്തിറങ്ങി നിന്നാൽ നമുക്ക് നിഴലില്ല. അത്രമാത്രം ശക്തമായ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ അടിയിലാണ്, യേശുവിൻ്റെ പ്രകാശത്തിൻ്റെ അടിയിൽ നമുക്ക് നിഴലില്ല. അന്നേരം നമുക്ക് കുറവൊന്നും കാണത്തില്ല. യേശുവിൻ്റെ വെട്ടത്തിനകത്ത് അല്ലെ അവൻ്റെ വെളിച്ചത്തിനകത്ത് നമ്മളെ മറയ്ക്കുകയാണ്. അപ്പം യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഇവിടെ 26 പറയുന്നത് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അനേക മക്കളോട് ഭാരത്തിലിരുന്നിട്ട് നാളെ എങ്ങനെയാകും, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നീ എൻ്റെ ജനമാണോ, നീ ഒരിക്കലും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ, നിങ്ങളുടെ, നമ്മുടെ എടുക്കാം, നമ്മുടെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. പോരെ, ഇതിനുള്ളിൽ എന്ത് വേണം? ദൈവം വാഗ്ദത്തം തരുന്നുണ്ട്. നമ്മൾ അത് കർത്താവ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. ഞാൻ അടുത്തിരിക്കുന്ന ആരും, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. ദൈവത്തിന് സ്നേഹം കൂടിയാൽ പിന്നെ ഒരു നിവൃത്തിയില്ല, പിന്നെ അങ്ങ് നിറവ. ഈ പൗലോസ് പറഞ്ഞില്ലേ, 3-ാം സ്വർഗത്തിൽ കൊണ്ടുപോയി എല്ലാ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ, അതുപോലെ അത് തന്നെയാണ്. ചിലപ്പോൾ ചില റെവലേഷൻസ് ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ഒരു പ്രാവശ്യം ദൈവത്തോട് എന്താ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു, ഐ ക്യാൻ പ്രൊവൈഡ്, ബട്ട് ഇഫ് യു ക്യാൻ, നിനക്കത് സസ്റ്റെയിൻ ചെയ്യാമെങ്കിൽ സകലത് ഞാൻ നിനക്ക് തരും, പക്ഷേ ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി ഈ നമ്മുടെ ഈ ജഡശരീരത്തിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവനോടുള്ള അടുപ്പം അത്ര പോലെ അടുത്തിരിക്കണം. അതുകൊണ്ടാണ് 40 ദിവസം മോശ പോയി സിനായ് മലയുടെ മുന്നിൽ ദൈവത്തിൻ്റെ മുഖാമുഖം കണ്ടിട്ടാണ് അവിടെ ഇരുന്ന് തിരിച്ചിറങ്ങിയത്. മുഖം സൂര്യനെ പോലെ പ്രകാശമാണ്. പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ നമുക്ക് അല്ലാതെയും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 40 ദിവസം ദൈവത്തോട് കൂടുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആ റേഡിയേഷൻ, ആ ഒരു വെളിച്ചം, ആ സ്വഭാവം നമ്മളിലേക്ക് പകരുകയല്ലേ. ആരുടെ കൂടെ ഇരുന്നത്? ദൈവത്തോട്. നമ്മൾ ഒരു ദിവസം എത്ര സമയം ദൈവത്തോടു കൂടി ഇരിക്കുന്നുണ്ട്? പള്ളിയിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു സഭയിൽ പ്രാർത്ഥിക്കാൻ വന്ന പണ്ട് കാലം വരെ ആത്മാവ് നിറയുന്നിടം വരെ ഇരിക്കുന്നുണ്ടോ? ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആകുന്നില്ലേ? പണ്ടേ പോലെ പരിശുദ്ധാത്മാവ് വന്ന് ആത്മാവ് നിറച്ച്, പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇപ്പം ഈ നമ്മൾ മാരാമൺ കൺവെൻഷനൊക്കെ എൻ്റെ വലിയ മാവി വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് റോഡൊന്നും ഇല്ല, വെട്ടമില്ല. അവർ ചൂട്ട് കത്തിച്ചിട്ട് മാരാമൺ കൺവെൻഷന് കുമ്പനാട്ടൊന്ന് പോകുമായിരുന്നു. അവരുടെയൊക്കെ തീഷ്ണത എവിടെ? ആ തീഷ്ണത എവിടെ പോയി? ദൈവത്തെ ആരാധിക്കുന്ന ആ തീഷ്ണത നമുക്കുണ്ടാകണം. ദൈവം അത് തരട്ടെ നമുക്ക്. ബാക്കി ഭാഗത്ത് പിന്നെ അങ്ങ് അനുഗ്രഹമാണ്. പിന്നെ അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. പോരെ, പരിശുദ്ധാത്മാവ്. ഇതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയായപ്പോൾ അത് പൂർത്തീകരിച്ചു. പക്ഷേ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവർ പ്രവചനം പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെന്തുവാ? നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നേരം വെളുക്കുമ്പോൾ അതിശയമായ സ്വപ്നങ്ങൾ വിളിച്ചു പറയും. അവർ പ്രായമുള്ളൊരു സ്വപ്നം കണ്ടേച്ച് കർത്താവ് അത് പൂർത്തീകരിച്ച് കൊടുക്കുമ്പോഴത്തെ സന്തോഷം. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. രാത്രികളിൽ ചില കാര്യങ്ങൾ സ്വപ്നം കാണാത്തവർ പറയും സ്വപ്നം കണ്ടു എന്ന്. അതവർക്ക് നടക്കുകയും ചെയ്യും. വൃദ്ധന്മാർ, ചെറുപ്പക്കാരാ സ്വപ്നം കാണുന്നത്. പക്ഷേ ഇവിടെ വേദപുസ്തകം പറയുന്നത് വൃദ്ധന്മാർ സ്വപ്നം കാണും. അത് ചെയ്തു കൊടുക്കും ദൈവം. അതിൻ്റെ നേരത്തെ പറയുന്നത് എന്താ? ദാസന്മാരുടെ മേലും ദാസിമാരുടെ എൻ്റെ ആത്മാവിനെ പോലുള്ള എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ അന്നാളിൽ എൻ്റെ ആത്മാവിനെ പോലും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രയാസമുള്ള, ഞാൻ ആകാശത്തിന് ഭൂമി രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറി. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയുള്ള കാലത്ത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിൻ, നമ്മൾ ആരിലാണ് നിലനിൽക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ ബുദ്ധിപരമായിട്ട് ഇയോൺ മസ്കിനെ പോലൊക്കെ കുറേ കാര്യങ്ങൾ നേടിയെടുത്ത് കുറേ കാശുണ്ടാക്കിയിട്ട് ദൈവമില്ല എങ്കിൽ എന്ത് ഗുണമാണ്? അയാൾക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ
ഒത്തിരി അറിവ് കൊണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അത് ദൈവം പറഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. അതാണ് നമ്മൾ സൂക്ഷിക്കണം. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കും. യഹോവയെ അരുളി ചെയ്തത്, സിയോൻ പർവ്വതത്തിൽ യെരൂശലേമിൽ എൻ്റെ രക്ഷിതഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുമുണ്ടാകും. അപ്പം നമ്മളോട് യഹോവ അരുളി ചെയ്തത്, സിയോൻ പർവ്വതത്തിൽ യെരൂശലേമിലും ഒരു രക്ഷിതഗണം ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ നമ്മളുണ്ട്. നമ്മളൊരു രക്ഷിതഗണം, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഒരു ഗണമാണ്. നമ്മളെ തിരഞ്ഞെടുത്ത ദൈവം നമ്മളെ സൂക്ഷിക്കും, നമ്മുടെ തലമുറകളെ സൂക്ഷിക്കും. അത് നമ്മൾ ആത്മാവിൽ നിന്ന് വചനം പഠിപ്പിച്ച് നമ്മളെ അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ വളർത്തിയെടുക്കാൻ പ്രാർത്ഥിക്കുക, പഠിപ്പിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, ദൈവം ചെയ്തോളും. അപ്പച്ചനറിയാം ട്രെയിനിങ് കൊടുക്കാൻ. നാഥാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരിക അപ്പച്ച. ജോബൽ പ്രവാചകൻ്റെ ഈ പ്രൊഫസി ഇന്ന് ഫുൾഫിൽ ചെയ്തിരിക്കുക. പല അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് സംഭവിച്ചു. അത് തന്നെ ഇന്ന് വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ ചെറുപ്പക്കാർ കർത്താവേ നിൻ്റെ ആത്മാവിൽ നിന്ന് ദർശനമുള്ളവരായി മാറണം. എൻ്റെ ജനം ദർശനമില്ലെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകും. അറിവില്ലായ്മ നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ദർശനമില്ല. ഒരു ദർശനമില്ലാത്ത ഒരു ജാതി എന്നാ ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത്, എന്തിനാണ് ലോകത്തിൽ ഉണ്ടായെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു ജനതയാണ് പലർക്കും ദൈവമുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് ഒരാശ്വാസമുള്ളത്, നീ ഞങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങളെ ഒരു ശേഷിപ്പായിട്ട് സൂക്ഷിക്കുന്നതിനാൽ, ഇടയനായിട്ട് ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് വളർത്തുന്നതിനാൽ ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നിയിട്ട് ഞങ്ങളോട് കരുണ തോന്നി നിൻ്റെ ആലയ്ക്കകത്ത് ഞങ്ങളെ സൂക്ഷിക്കണമേ. അപ്പച്ചൻ്റെ ആടുകളായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ നന്ദിയുള്ളവരായിട്ട് ഞങ്ങളെ ആക്കണമേ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾ എന്നെ അറിയും. അത് നേർത്താവും. കള്ളൻ മോഷ്ടിപ്പാനും കൊല്ലാനും അറുപ്പാനും വരുന്നു, ഞാനോ ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ. അതെ, ഞങ്ങൾ നിൻ്റെ ആടുകളാണ്. ഇടയനെ അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ എഴുതി വച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. അവരുടെ നെറ്റിമേൽ, അവരുടെ ബുദ്ധിമേൽ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ, ദേഹം ദേഹി ആത്മാവിൻ്റെ 3 തലങ്ങളിലും ദൈവമേ പ്രവർത്തിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുപോലെ അവർ പ്രവർത്തിക്കണമേ. വഴിതെറ്റിപ്പോകുന്ന വഴികളെല്ലാം അടഞ്ഞു പോട്ടെ. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും അറിയാനിടയാക്കിക്കാട്ടെ. നാഥൻ അത് ചെയ്യുന്നതിനാലും ഈ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ വിളിച്ചു പറയിപ്പിക്കുന്നതിനാലും നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ചെയ്തിരിക്കുന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.